വാർത്തകൾ വിശദമായി. മഹാനവമി ആഘോഷത്തിന്റെ നിറവിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. അത്രമേൽ സവിശേഷമായ പുഷ്പരഥോത്സവത്തിന് നേത്രസാക്ഷികളായി ആത്മസായുജ്യമടയാൻ പതിവ് പോലെ ഇത്തവണയും ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. നവരാത്രി ഉത്സവത്തിലെ ഏറ്റവും സുപ്രധാനമായ സുദിനമായാണ് മഹാനവമിയെ കണക്കാക്കുന്നത്. ഈ ദിവസം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നടക്കുന്ന ഏറ്റവും സവിശേഷമായ ചടങ്ങാണ് പുഷ്പരഥോത്സവം. പുഷ്പാലങ്കൃതമായ രഥത്തിൽ ദേവിയെ ഇരുത്തി ശ്രീകോവിലിന് ചുറ്റും വലം വയ്ക്കുന്ന ചടങ്ങാണിത്. ഇത്തവണ 1/15 രഥോത്സവം നടന്നത്. മുന്നോടിയായി രാവിലെ 11:30 ചണ്ഡികായാഗവും നടന്നു. അത്രമേൽ ആത്മനിർവൃതി പകരുന്ന ദേവിയുടെ രഥയാത്ര കാണാൻ പതിവ് പോലെ ഇക്കുറിയും ആയിരങ്ങളാണ് ഈ പുണ്യസങ്കേതത്തിലെത്തിയത്. പ്രധാന അർച്ചകൻ നിത്യാനന്ദ അടികയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ദേവീ വിഗ്രഹവുമായി പ്രധാന പുരോഹിതനും സഹപുരോഹിതന്മാരും പുഷ്പാലങ്കൃത രഥത്തിലേറി 3 തവണ ശ്രീകോവിലിനെ വലം വയ്ക്കുന്നു. 3ാം പ്രദക്ഷിണം പൂർത്തിയായതോടെ ഇക്കുറിയും ദേവാങ്കണം അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി മാറി. രഥമേറി വരുന്ന ദേവിയെ സാക്ഷിയാക്കി ഭക്തർക്ക് ഐശ്വര്യത്തിന്റെ നാണയത്തുട്ടുകൾ വാരിയെറിയുന്ന പതിവും ഉണ്ടായിരുന്നു. എന്നാൽ വിശ്വാസികളുടെ അഭൂതപൂർവമായ തിരക്ക് മൂലമുണ്ടായേക്കുന്ന അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായി ഇത്തവണ ഈ രീതി അനുവർത്തിച്ചില്ല. ഐശ്വര്യദേവതയുടെ സ്പർശനമേറ്റ നാണയത്തുട്ടുകളിൽ ഒന്നെങ്കിലും സ്വന്തമാക്കാനായാൽ അത് ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസികൾ കരുതിപ്പോരുന്നത്. ഒക്ടോബർ 2 വിജയദശമി നാളിൽ പുലർച്ചെ 3 മണിക്ക് നട തുറക്കുന്നതോടെ വാഗ്ദേവതയുടെ സന്നിധിയിൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും. വൈകിട്ട് വിജയരഥോത്സവത്തോടെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവത്തിന് പരിസമാപനം കുറിക്കും. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വിഷൻ.